അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് എന്താ ഡേറ്റ്? തീയതി എന്താ? 29 സെപ്റ്റംബർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വേൾഡ് ഹാർട്ട് ഡേ. കറക്റ്റ്, എക്സാക്ട്ലി. അപ്പോൾ വേൾഡ് ഹാർട്ട് ഡേ ആണ് ഇന്ന്. ഈ ഈ വർഷത്തിന്റെ തീം എന്താണ്? ഹാർട്ട് ഫോർ ആക്ഷൻ അല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും അത്. അപ്പോൾ ഈ തീം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി, ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ അതിനെപ്പറ്റി കുറച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഓർഗൻ ബിയോണ്ട് ആയിട്ട് ചിന്തിക്കാൻ എന്നെ അത് പ്രേരിപ്പിച്ചു ആക്ച്വലി. മീൻസ് നമ്മളെപ്പോഴും ഹാർട്ട് എന്ന് പറയുമ്പോൾ അതൊരു പമ്പ്, ഒരു മസ്കുലർ പമ്പാണ്. ബിയോണ്ട് ദാറ്റ് വി ഓൾസോ അസോസിയേറ്റ് സം അവർ ഇമോഷൻസ്, ഫീലിങ്സ്, ആക്ഷൻസ്, ഇതൊക്കെ അല്ലെ, പാഷൻ, ഇതൊക്കെ ഹാർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു യുനോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ഒരു 2 മിനിറ്റ് അതൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഒന്നെന്ന് പറഞ്ഞാൽ മൂവ് വിത്ത് യുവർ ഹാർട്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ തവണത്തെ തീം ഹാർട്ട് ഫോർ ആക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ ഹാർട്ടിന് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാന്നല്ല. അപ്പൊ അതിലൊന്ന് മൂവ് വിത്ത് യുവർ ഹാർട്ട് എന്ന് വെച്ചാൽ ലെറ്റ്സ് ബി വെരി ഫിസിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, യു ലവ് ഡാൻസിങ്, പക്ഷെ നിങ്ങളൊരു വലിയ ഡാൻസർ ഒന്നുമല്ല. കളിക്കൂ, ഡാൻസ് കളിക്കൂ. നിങ്ങളുടെ ഹോൾ ഹാർട്ടഡ്ലി യു ജസ്റ്റ് പുട്ട് എ ലൗഡ് മ്യൂസിക് ആൻഡ് പ്ലേ ഡാൻസ് ഫോർ യുവർ ഹാർട്ട്സ് കണ്ടന്റ്. അതാണ് മൂവ് വിത്ത് യുവർ ഹാർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ലവ് വിത്ത് യുവർ ഹാർട്ട്. നമ്മളെല്ലാ ഹ്യൂമൻ ബീങ്സ്, വി ആർ ഹാർട്ട്സ് ത്രൈവ് ഓൺ കണക്ഷൻ അല്ലേ? വി കണക്ട് വിത്ത് ദ ഫാമിലി, വിത്ത് അവർ ഫ്രണ്ട്സ്, വിത്ത് ദ സൊസൈറ്റി, വിത്ത് ദ കമ്മ്യൂണിറ്റി. ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ആ ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ടല്ലോ നമുക്ക്, അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ സന്തോഷം. അപ്പം ലവ് വിത്ത് യുവർ ഹാർട്ട്, റീച്ച് ഔട്ട് ടു യുവർ ദ പീപ്പിൾ നോൺ ടു യു, അവരെ കോംപ്ലിമെന്റ് ചെയ്യൂ. യു ബ്രൈറ്റൻ സംബഡീസ് ഡേ ആൻഡ് ദാറ്റ് വിൽ ഫിൽ യുവർ ഹാർട്ട്സ് അപ്പ്. പിന്നെ സെർവ് വിത്ത് യുവർ ഹാർട്ട്. നമ്മൾ നഴ്സസ് എപ്പോഴും നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്, സെർവ് വിത്ത് യുവർ ഹാർട്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല, നമ്മൾ കമ്മ്യൂണിറ്റിയോടുള്ള സെർവിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. For example, you do some volunteering activities. ചില ഗ്രൂപ്പിൽ വോളണ്ടിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലീൻ അപ്പ് ഡ്രൈവ്, ഇങ്ങനെ എന്തിലെങ്കിലുമൊക്കെ നമുക്ക് സർവീസ് റെൻഡർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാം. സോ യു ക്യാൻ സെർവ് വിത്ത് യുവർ ഹാർട്ട്. ആൻഡ് ദെൻ നറിഷ് വിത്ത് യുവർ ഹാർട്ട്. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഈറ്റ് വെൽ, അത് മറന്നു പോകരുത്. മലയാളികളുടെ ഏറ്റവും ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫിനെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. കളർ വെജിറ്റബിൾസ്, കളർ ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങളുടെ തിന്മേശയിലേക്ക് നിറയാൻ കഴിയട്ടെ. അതുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. നറിഷ് വിത്ത് യുവർ ഹാർട്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? യു ക്യാൻ ഹാവ് സം ഹെൽത്തി കുക്കിംഗ് നൈറ്റ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഒരു സാധാരണ നമ്മൾ ഗസ്റ്റ് ഒക്കെ വി കോൾ ദം ഓവർ ടു യുവർ പ്ലേസ്, നമ്മൾ നല്ല ബാർബിക്യൂം, ചിക്കൻ ഫ്രൈയും, പെരട്ടും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല, യു ക്യാൻ ഹാവ് എ നൈസ് ഫൺ ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ് ബൈ എൻജോയിങ് കുക്കിംഗ് healthy, nutritious meal. And finally, dream with your ഹാർട്ട്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ചില പാഷൻസ് ഉണ്ടാവുമല്ലോ, ചില ഡ്രീംസ് ഉണ്ടാവുമല്ലോ ചെയ്തെടുക്കാനായിട്ട്. അപ്പം അത് ഏജ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. മഞ്ജു വാര്യർ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്, ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചത് 7 വയസ്സിലാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചില പാഷൻസ് ഉണ്ടാവില്ലേ, അതിൽ നമ്മൾ പുതിയ, ഇറ്റ് കുഡ് ബി എ ന്യൂ പ്രോജക്റ്റ് ഓർ എ ന്യൂ സ്കിൽ, ന്യൂ ലാംഗ്വേജ്, സ്പാനിഷ് ഒക്കെ പഠിക്കുക, അങ്ങനെ. അപ്പോൾ അത് ദാറ്റ് വിൽ കീപ് യു എക്സൈറ്റഡ്. ദ തേഴ്സ്റ്റ് ഫോർ ലൈഫ് വിൽ റിമെയിൻ ഇൻ യു. അപ്പോൾ ഡ്രീം
വിത്ത് യുവർ ഹാർട്ട്. ഇതുപോലെ ഞാനും ഒരു പരിപാടി ചെയ്തു. അതാണ് എൻ്റെ അക്കാഡമി, മഞ്ജുലാസ് നഴ്സസ് ലേണിംഗ് അക്കാഡമി. 28 വർഷമായിട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലരും പല ഡൗട്ടുകൾ ചോദിക്കുന്നു. ചില ആൾക്കാർക്ക് ഹെൽപ്പ് വേണം, എന്തിനാണ് മോട്ടിവേഷൻ വേണം. ചില ആൾക്കാർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, കരിയർ വൈസ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് ചില ഏരിയാസ് ഓഫ് അക്കാഡമിക്സ് വളരെ കുറച്ചും കൂടെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുട്ടികളുടെ ഒരു യുനോ അവരുടെ ഒരു നീഡ് ബേസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എല്ലാവരെയും എനിക്കിങ്ങനെ പേഴ്സണലി വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ആയിരുന്നു, ചില അവർ വിളിക്കും, പേഴ്സണലി നമ്മളോട് സംസാരിക്കും, അങ്ങനെ. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ശരി, ഒരു അക്കാഡമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എഡ്യൂക്കേഷണൽ വീഡിയോസ് ആക്കാം, മോട്ടിവേഷണൽ ടോക്സ് ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒരു ചെറിയ ഡ്രീം, ഈ പറഞ്ഞ പോലെ ഡ്രീം വിത്ത് യുവർ ഹാർട്ട്, അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ അക്കാഡമി ഫോം ചെയ്തത്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് പറയാൻ ഇവിടെ ആഗ്രഹിച്ചാണ്. ഓക്കെ, നൗ കമ്മിങ് ടു അവർ ടോപ്പിക് പ്രോപ്പർ. ഇവിടെ ഒരു പെങ്കൊച്ച് നിന്ന് അസ്തമന സൂര്യനൊക്കെ നോക്കി രസിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ, ഗോൾഡൻ അവർ. സോ നമ്മൾ ഇതുപോലെ ബീച്ചിൽ പോയി ഇങ്ങനെ നിന്നൊരു വലിയൊരു ശ്വാസം, ഒരു ദീർഘ ശ്വാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, നല്ലൊരു ബ്രെത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? ഒരു ഹാർഡ് ഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഗോയിങ് ആൻഡ് വാച്ചിങ് ദ സൺസെറ്റ്, ടേക്കിംഗ് എ ഫുൾ ഡീപ് ബ്രെത്ത്, യു ഫീൽ ദറ്റ് യു വെരി വെരി റിഫ്രഷ്ഡ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ലങ്സിലേക്ക് അത്രയും എയർ കയറി പോകുന്നു. അവർ ബോഡി ഈസ് റീജുവനേറ്റഡ് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ആൻഡ് ഇറ്റ് ഗോസ് ഇൻ യുവർ ബ്ലഡ് ആൻഡ് യു ഫീൽ വെരി വെരി റിലാക്സ്ഡ് ആൻഡ് ഫ്രഷ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ലങ്സിനെ പറ്റിയും അതിൻ്റെ the assessment, how you can effectively assess its function. അപ്പോൾ എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം പലരും സർവീസ് സൈഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണ്. പലരും നിങ്ങൾ ഇതെല്ലാം 4 വർഷം നിങ്ങളുടെ കോഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. ബട്ട് ദിസ് ഈസ് ഓൺലി എ റിഫ്രഷർ സെഷൻ. ആ രീതിയിൽ എടുത്താൽ മതി. കാരണം ഇനിയും നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബേസിൽ നിന്ന് തുടങ്ങുന്നതല്ലേ നല്ല, എവിടെന്നെങ്കിലും പറക്കിയെടുത്ത ഒരു ടോപ്പിക്സ് ആയിട്ട് തുടങ്ങുന്നതിനെക്കാട്ടിലും. സോ ഐ തോട്ട് വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ തുടക്കത്തിൽ ആ ഒരു ബേസ്, ഒരു ഫൗണ്ടേഷൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ജസ്റ്റ് ഫ്യൂ ഫൺ ഫാക്ട്സ്. ഒന്ന് ലങ്സിനെ പറ്റിയുള്ള 2-3 കാര്യങ്ങൾ. ലങ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ദ ഒൺലി ഓർഗൻ ഇൻ അവർ ബോഡി വിച്ച് ക്യാൻ ഫ്ലോട്ട് ഇൻ വാട്ടർ. പണ്ട് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് 17ാമത്തെ സെഞ്ചുറിയിലൊക്കെ അവർ ചില കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിരുന്ന. ലൈക്ക് ഇപ്പോൾ ഒരു കൊച്ച് സ്റ്റിൽ ബർത്ത് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ആ കുട്ടി വൂമ്പിൽ തന്നെ മരിച്ചിട്ടാണ് ഇങ്ങനെ വന്നതോ, അതോ ജനിച്ച ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു പോയോ, അങ്ങനെ ഉള്ള അറിയാനായിട്ടുള്ള ഒരു, അല്ലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള മെത്തഡായിട്ട് പണ്ട് ഇത് യൂസ് ചെയ്തിരുന്നു. ഇറ്റ് ഇസ് കോൾഡ് ആസ് ലങ് ഫ്ലോട്ട് ടെസ്റ്റ്. ഈ കൊച്ചിൻ്റെ ലങ്സിനെ എടുത്തിട്ട് ബക്കറ്റിനകത്ത് വെള്ളത്തിലിട്ട് വെക്കും. വെള്ളത്തിലിടുമ്പോൾ അത് ഫ്ലോട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം ജനിച്ചു കഴിഞ്ഞിട്ടാണ്, ആഫ്റ്റർ ബർത്ത് ആണ് കൊച്ച് മരിച്ചു പോയെന്നാണ്. അതല്ല ഫ്ലോട്ട് ചെയ്യുന്നില്ല, സിങ്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് കൊച്ച് ഓൾറെഡി ഇൻട്രായൂട്രൈൻ ഡെത്ത് ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് പണ്ടിങ്ങനെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് വലിയ അഡ്വാൻസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നൗ യു സീ ദിസ് ഈസ് കോൾഡ്, ഇതൊരു ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫ് ആണ്. പടങ്ങൾ വെച്ചായിരുന്നല്ലോ അവർ പണ്ട് ഏൻഷ്യൻ്റ് ഈജിപ്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇതിൻ്റെ പേരാണ് സീമ താവി മോട്ടീഫ് എന്ന് പറയും. ഇത് കാണിക്കുന്നത് വേറൊന്നുമല്ല, വിൻഡ് പൈപ്പാണ്. വിൻഡ് പൈപ്പും ലങ്സും ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഈ കാണുന്നത് വിൻഡ് പൈപ്പും ഇത് ലങ്സും ആണ്. ഓക്കെ, സോ ഇറ്റ് സിംബലൈസസ് ദ യൂണിഫിക്കേഷൻ ഓഫ് അപ്പർ ആൻഡ് ലോവർ ഈജിപ്റ്റ്. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു യൂണിഫിക്കേഷൻ ഉണ്ടായാലേ കൺട്രിയുടെ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്ന് ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായതാണ് ഈ സിമ താവി മോട്ടീഫ്. നമുക്ക് വിൻഡ് പൈപ്പും ലങ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ. നൗ കമ്മിങ് ടു ദ ടോപ്പോഗ്രഫി ഓഫ് ഓർ ദ ലാൻഡ്മാർക്ക് ഓഫ് ദി ചെസ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ടിൻ്റെ പുതിയ വീട്ടിൻ്റെ പാലുകാച്ചിന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വഴി കറക്റ്റായിട്ട് അറിയില്ല. ഗൂഗിൾ മാപ്പ് അത്യാവശ്യം പക്ഷേ നിങ്ങളൊരു സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറയുമോ, അല്ലെങ്കിൽ ഒരു ലാൻഡ് മാർക്ക് പറയുമോ, ഒരു കടയോ അങ്ങനെ എന്തെങ്കിലും ഒരു മോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാമെന്ന് ചോദിക്കും. അപ്പോൾ അതാണ് ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെസ്റ്റിൻ്റെ ലാൻഡ് മാർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ടു മേക്ക് ദ അസസ്മെൻറ്റ് ബെറ്റർ.
ഇതാണത്. യു ക്യാൻ സീ ദിസ് വെർട്ടിബ്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനസ് പ്രോസസ്സിനെ എല്ലാം കൂടി ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതിന് വെർട്ടിബ്രൽ ലൈൻ എന്ന് പറയും. അതുപോലെ തന്നെ സ്കാപ്പുലാർ ലൈൻ, സ്കാപ്പുലയുടെ നടുക്ക് കൂടി വരയ്ക്കുന്നതിന് അങ്ങനെ പറയും. പിന്നെ നമ്മുടെ സ്റ്റേർണം, ഇത് സുപ്രാസ്റ്റേർണൽ നോച്ച് ആണ്. സ്റ്റേർണത്തിന്റെ നടുക്ക് കൂടി, സുപ്രാസ്റ്റേർണൽ നോച്ചിന്റെ നടുക്ക് കൂടി വരയ്ക്കുന്ന ലൈനിന് നമ്മൾ മിഡ് സ്റ്റേർണൽ ലൈൻ എന്ന് പറയും. അതുപോലെ ക്ലാവിക്കിളിന്റെ നടുക്ക് കൂടി നിപ്പിളിന്റെ മുകളിൽ കൂടി വരയ്ക്കുന്നതിന് മിഡ് ക്ലാവിക്കുലർ ലൈൻ എന്നും പറയുന്നു. അതുപോലെ ആക്സിലയുടെ നടുക്ക് കൂടെ ഉള്ളതിന് മിഡ് ആക്സിലറി ലൈൻ, പിന്നെ അതിന്റെ ഫ്രണ്ടിലുള്ളത് ആന്റീരിയറും ബാക്കിലുള്ളത് പോസ്റ്റീരിയർ ആക്സിലറി ലൈൻ എന്നും പറയുന്നു. നൗ അപ്പൊ നമുക്കിവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആസ് എ നഴ്സ്, വെൻ എ പേഷ്യന്റ് കംസ് ടു യു വിത്ത് സം റെസ്പിറേറ്ററി പ്രോബ്ലംസ്, വാട്ട് ഓൾ തിങ്സ് യു വിൽ ആസ്ക് ഫോർ, സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒന്ന് കോഫ്. കോഫ് എന്ന് പറയുന്നത് നോർമൽ ഡിഫൻസ് മെക്കാനിസം ആണല്ലോ, അറിയാം. ഇത് നോർമലി ഒരു 3 റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും ഒരു 2 മുതൽ 3 ആഴ്ച വരെ ഈ കോഫ് നിൽക്കും, അത് കുഴപ്പമില്ല. പക്ഷേ 8 ആഴ്ചയ്ക്ക് മുകളിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിന് ക്രോണിക് കോഫ് എന്ന് പറയാം. അതിന് പല റീസൺസ് ഉണ്ട്. ആസ്മാറ്റിക്സിൽ വരാം, പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ്, അതുപോലെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, അത് ഈ ത്രോട്ട് ഇറിറ്റേഷൻ, അലർജി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ത്രോട്ട് ഇറിറ്റേഷൻ കാരണം അവർക്ക് വരുന്ന ഇതാണ് ഡെവലപ്പ് ക്രോണിക് കോഫ്. അതുപോലെ ഈസോഫാഗസിന്റെ റീഫ്ലെക്സ്, പാസിഡിക് സ്റ്റൊമക് കണ്ടൻസ് ഒക്കെ ഈസോഫാഗസിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഓൾസോ വിൽ കോസ് ഇറിറ്റേഷൻ ടു ദി ത്രോട്ട്. പിന്നുള്ളത് സൈക്കോജനിക് കോഫ് ആണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ, ഇവരിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും ഫുൾ ടൈം. നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അവർ ചുമച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവർ ഉറങ്ങാൻ പോകുമ്പോൾ ചുമയില്ല. അതാണ് സൈക്കോജനിക് കോഫ്. പിന്നെ കോഫിൽ നമ്മൾ നോക്കാനുള്ളത് ഡ്രൈ ആണോ പ്രൊഡക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ, സ്പ്യൂട്ടം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൊഡക്റ്റീവ് കോഫ് എന്നും ഇല്ലെങ്കിൽ അതിനെ ഡ്രൈ കോഫ് എന്നും പറയാം. അപ്പൊ ഡ്രൈ കോഫ് എപ്പോഴും ട്രക്കിയൈറ്റിസ്, ലെറിഞ്ചൈറ്റിസ് പോലത്തെ അസുഖങ്ങളെല്ലാം കണ്ടുവരുന്നത്. ഈ പ്രൊഡക്റ്റീവ് കോഫ് ന്യൂമോണിയ പോലെ അകത്ത് നല്ല സെക്രീഷൻസ് ഉണ്ടായി, ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് കോഫ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ കുറയ്ക്കുന്ന പോലത്തെ സൗണ്ട് ക്രൂപ്പിലുള്ള കൊച്ചുകുട്ടികളിൽ ഈ അസുഖത്തിൽ ഉണ്ടാകാം. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് കോഫ് കുറേ നേരം ചുമക്കുന്നത് സ്മോക്കേഴ്സിനാണ് ആ പ്രോബ്ലം. പിന്നെ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ ഇതുപോലുള്ളവർക്ക് കിടക്കുമ്പോൾ രാത്രിയാണ്, ഉറങ്ങുന്ന സമയത്താണ് ചുമ. അപ്പോൾ ഈ ചുമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് കോസും ഒരുവിധം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ സ്പ്യൂട്ടം. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പ്യൂട്ടത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണമല്ലോ. അപ്പോൾ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് പ്യൂർലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂക്കോയിഡ് ആയിരിക്കും. അപ്പോൾ സ്പ്യൂട്ടത്തിന്റെ എപ്പോഴും നമ്മൾ കളറ്, അതിൻ്റെ കൺസിസ്റ്റൻസി, ക്വാണ്ടിറ്റി, സ്മെല്ല്, അതുപോലെ ബ്ലഡ് ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ നോക്കുക. ദെൻ അപ്പോൾ മ്യൂക്കോയിഡ് സ്പ്യൂട്ടം, ഒരു മിനിറ്റ്. മ്യൂക്കോയിഡ് സ്പ്യൂട്ടം ആണെങ്കിൽ അത് അലർജി, ആസ്മ ഇങ്ങനത്തെ കണ്ടീഷൻസിലാണ് അത് കാണപ്പെടുന്നത്. മ്യൂക്കോ പുർലൻ്റ് ആണെങ്കിൽ ഇൻഫെക്ഷൻസ് ഉള്ള സമയത്ത്. പിന്നെ അതുപോലെ യെല്ലോ കളറിൽ പുർലൻ്റ് ആയിട്ടുള്ള സ്പ്യൂട്ടം ആണെങ്കിൽ ദാറ്റ് ഷോസ് ബ്രോങ്കിയെക്ടാസിസ് ഇതുപോലുള്ള കണ്ടീഷൻസ്. റസ്റ്റ് കളേർഡ് ആണെങ്കിൽ ന്യൂമോകോക്കൽ ന്യൂമോണിയ ആണ്. അതേസമയം റെഡ് കറന്റ് ജെല്ലി, റെഡ് ആയിട്ടുള്ള ശരിക്കും റെഡ് കറന്റ് ജെല്ലിയുടെ ലുക്ക് തന്നെയാണ് അതിനുള്ളത്, അത് ക്ലെപ്സിയല്ല ന്യൂമോണിയയെ കാണിക്കുന്നു. നെക്സ്റ്റ് ഫൗൾ സ്മെല്ലിംഗ് ആണ്. വല്ലാത്ത സ്മെല്ല്, ഭയങ്കര സ്മെല്ലാട്ടോ ഇത്. ലങ് ആബ്സസിലൊക്കെ അത് ഡ്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല പരിസ്ഥിതി, അത്രയ്ക്ക് മോശം സ്മെല്ലായിരിക്കും. പിന്നെ ബ്ലഡ് ടിഞ്ച്ഡ് ആൻഡ് പിങ്ക് ആണെങ്കിൽ ന്യൂമോണിയ തന്നെ, സ്റ്റെഫൈലോകോക്കസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ. പിന്നെ ഗ്രേവൽ എന്നുവെച്ചാൽ ഈ ബ്രോങ്കോലിത്തിയാസിസ് കണ്ടീഷനിൽ ഇങ്ങനെ അവർ കല്ല് പോലത്തെ ഇത് തുപ്പി എടുക്കാറുണ്ട്. അത് വേറൊന്നുമല്ല, കാൽസിഫൈഡ് ലിംഫ് നോഡ്സ് ആണ്. ഇറ്റ് ഗെറ്റ്സ് ഡിസ്ലോജ്ഡ് ഇൻ ടു ദ ട്രക്കിയോബ്രോങ്കിയൽ ട്രീ ആൻഡ് ഇറ്റ് കംസ് ഔട്ട്. പിന്നെ പിങ്ക് ഫ്രോതി സ്പ്യൂട്ടം എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് പൾമിനറി എഡിമാഡിയ. പിന്നെ കളർലെസ് ആയിട്ടുള്ള ഒത്തിരി സ്പ്യൂട്ടം വരുന്നുണ്ടെങ്കിൽ അത് ആൽവിയോലാർ കാർസിനോമയാണ്. പിന്നെ റെഡ് കളറിൽ ബ്ലഡ് ആണെങ്കിൽ സം ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, ട്യൂബർക്ലോസിസ്, പൾമിനറി എംബോളി അങ്ങനത്തെയൊക്കെ കണ്ടീഷൻസിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അസസ് ചെയ്തിട്ട് ചാർട്ട് ചെയ്യുമ്പോൾ, റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം നഴ്സസ് റെക്കോർഡിൽ. ബ്ലഡി ആണോ, ഫൗൾ സ്മെല്ലിംഗ് ആണോ, പിങ്ക് ബ്ലഡ് ടിഞ്ച്ഡ് ആണോ, പിങ്ക് ഫ്രോതി ആണോ, പിന്നെ അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തതെന്നും എഴുതുക. അടുത്ത ഡിസ്നിയ.
ഡിസ്നി എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൽ. അപ്പോൾ അതിൽ തന്നെ പല തരത്തിലുള്ളതുണ്ട്. ഡിസ്നി ഓൺ എക്സേർഷൻ നമ്മൾ പറയുന്നു, എന്താ ആയാസമുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരുവാണെങ്കിൽ. പിന്നെ പെറോക്സിസ്മൽ നൊക്ടേണൽ ഡിസ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് കിടന്ന് ഉറങ്ങുന്നു, ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു, ഉറങ്ങി ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടി എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം. ഓർത്തോപ്നിയ എന്ന് പറയുമ്പോൾ ഇത് വേക്കിംഗ് ടൈമിലാണ്, ആൾ കിടക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടൽ, എണീറ്റിരിക്കുമ്പോൾ ശ്വാസം ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യുന്നു. പ്ലാറ്റിപ്പീനിയ എന്ന് പറഞ്ഞാൽ കിടക്കുമ്പോൾ അവർക്ക് റിലീഫാണ് ശ്വാസം മുട്ടലിൻ്റെ. ട്രിപ്പോപ്നിയ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് കിടക്കുമ്പോഴാണ് അവർ മോർ കംഫർട്ടബിൾ ഇൻ ബ്രീതിങ്. സോ ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാം CCF അതുപോലത്തെ കണ്ടീഷൻസിലാണ്. പക്ഷെ പ്ലാറ്റിപ്പിനിയ മാത്രം നമുക്ക് നിമോണെക്ടമി കഴിഞ്ഞിട്ട് ഉള്ള കണ്ടീഷൻസിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അടുത്തത് വീസ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അറിയുന്നതാണത്. വിസ്ലിംഗ് സൗണ്ട്. അപ്പം എയർവേ ഒബ്സ്ട്രക്ഷൻ ഡ്യൂ ടു സം എഡീമ, ബ്രോങ്കോസ്പാസം ഓർ സെക്രീഷൻസ്. പിന്നെ സൈനോസിസ്. സൈനോസിസ് അത് 2 തരമുണ്ട്. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ. അത് സെൻട്രൽ സൈനോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടീരിയൽ ഓക്സിജനേഷൻ കുറയുമ്പോഴാണ് ഇത് കാണുന്നത്. എവിടെയാണ് കാണുന്നത്? ഈ ലിപ്പും മൗത്ത്, ലിപ്സിൻ്റെ ചുറ്റിലും പിന്നെ മൗത്തിലുമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. പെരിഫറൽ സൈനോസിസ് നമ്മുടെ ഫിംഗർ ടിപ്സിൽ നോക്കണം. അത് പെരിഫറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയുടെ കുറവ് കാരണമാണ്. പിന്നെ ചെസ്റ്റ് പെയിൻ. യൂഷ്വലി ഇപ്പം ഞാനിത് റെസ്പിറേറ്ററി വ്യൂ പോയിന്റിൽ പറയുവാണ്. പ്ലൂറയുടെ പെയിൻ, അല്ലെ പരൈറ്റൽ പ്ലൂറ് എന്നൊക്കെ വരുന്ന പെയിനാണ്, അല്ലെങ്കിൽ ചെസ്റ്റ് വാളിൽ നമ്മൾ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ ടെൻഡർനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിലോട്ട് പോവുക. ആദ്യം തന്നെ നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കുന്നു. മെയിനായിട്ടും പേഷ്യൻറ്റിൻ്റെ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത്. പിന്നെ അപ്രൈറ്റ് പൊസിഷനിൽ ഇരുത്തുക, ചെസ്റ്റ് മാത്രം എക്സ്പോസ് ചെയ്യുക, യൂസ് എ സ്റ്റെത്തസ്കോപ്പ്, ലൈറ്റ്, പ്രോപ്പർ ലൈറ്റ് സോഴ്സ്, ഒരു മാസ്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെയധികം അത്യാവശ്യമാണ്. സോ ഇൻസ്പെക്ഷനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? പോസ്റ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ട്രൈപോഡ് പൊസിഷനിലാണോ, നേരെയാണോ, ശ്വാസം മുട്ടലുണ്ടോ, ഓർത്തോപനിക്കാണോ, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ഫേസ് നോക്കുമ്പോൾ നേസൽ ഫ്ലെയറിംഗ് ഉണ്ട്. പണ്ട് നരസിംഹറാവുവിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ള അത് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും മൂക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നേസൽ ഫ്ലെയറിംഗ് ഓർത്ത് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, നേസൽ ഫ്ലെയറിങ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ഫോട്ടോ കാണാൻ സാധിക്കും. ഞാനിവിടെ നോർമൽ ഫ്ലെയറിങ് ഇട്ടിട്ടുണ്ട്. ദെൻ പേഴ്സ്ഡ് ലിപ് ബ്രീതിങ്, ഇങ്ങനെ ഊതുന്ന പോലെ നമ്മൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിക്കുന്നു. അതുണ്ടോ എന്ന് നോക്കും. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ആൾക്ക് ഭയങ്കര ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആക്സസറി മസിൽസ്, ഈ പിക്ചറിൽ കാണാൻ സാധിക്കും. ഇവിടെ ആ ഷോൾഡറിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നതാണ് ട്രപ്പീസിയസ്. പിന്നെ സ്കെയിലിനസ്, ഇതിൻ്റെ ഇടയിലായിട്ടുള്ള ചെറിയൊരു മസിൽ സ്കെയിലിനസ് ആൻഡ് സ്റ്റേർണോ ക്ലീഡോ മാസ്റ്റോഡ്. നമ്മളിങ്ങനെ കഴുത്തിങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെ ഈ ചെവിയുടെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന ഈ ഒരു മസിൽ ഇവിടെ നമുക്ക് പിടിക്കാൻ പറ്റും. അതാണ് സ്റ്റേർണോ ക്ലീഡോ മാസ്റ്റോഡ്. ഇതെല്ലാം യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പേഷ്യന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇത് കാണിക്കുന്നത്. ഇനി ചെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന സിമെട്രി, റൈറ്റ് ലെഫ്റ്റ് സൈഡും നോർമലായിട്ട് തന്നെ ഒരുപോലെ തന്നെയാണോ ഇരിക്കുന്നത് നോക്കും. പിന്നെ സുപ്രാ ക്ലാവിക്കുലർ ആൻഡ് ഇൻഫ്രാ ക്ലാവിക്കുലർ എന്താണ് ഹോളോയിങ്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പിക്ചറിൽ നമുക്ക് കാണാം, ഇതാണ് ആ ഏരിയ. ഈ പടത്തിൽ കണ്ടോ ഒരു ഹോളോയിങ് കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്. അത് കാണിക്കുന്നത് ലോസ് ഓഫ് ലങ് വോള്യൂം. അതുപോലെ തന്നെ ഇന്റർകോസ്റ്റൽ മസിൽസിൽ ഇവിടെയൊക്കെ നമുക്ക് അകത്തേക്ക് ഒരു ഇൻഡ്രോയിങ് കാണാൻ സാധിക്കും, COPD പോലുള്ള കണ്ടീഷൻസിൽ. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ. ഇതാണ് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ, ഇത് ലാറ്ററൽ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഈ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ, ലാറ്ററൽ ഡയമീറ്റർ 1:2 എന്ന് വെച്ചാൽ ട്വൈസ് ദ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ആണ് ലാറ്ററൽ ഡയമീറ്റർ. അതല്ലാതെ 1:1 ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ, ഒരു കീലുപാട്ട പോലെ, ഒരു ബാരൽ പോലെ ഇരിക്കുന്നെങ്കിൽ അതിനെ ബാരൽ ചെസ്റ്റ് നമ്മൾ പറയും. COPD കണ്ടീഷൻസിലാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ചെന്ന് നോക്കുമ്പോൾ, ചെസ്റ്റ് ചെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ചില ആൾക്കാർക്ക് എന്താ പറയുക, ഫ്രണ്ട് ഇതാ ഇവിടെ ഈ സ്റ്റേർണത്തിൻ്റെ അവിടെ ഇങ്ങനെ അകത്തേക്ക് ഉൾവലിഞ്ഞിരിക്കും. അതിനെ നമ്മൾ പെക്ടസ് എക്സ്കവേറ്റം എന്ന് പറയും. പിന്നെ ചില ആൾക്കാർക്ക് ഇത് പുറത്തേക്ക് ഉന്തിയിരിക്കും, അതിന് പെക്ടസ് കാരിനേറ്റം എന്ന് പറയും. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന അസസ്മെൻറ്റുകളെല്ലാം ഒരു നഴ്സിംഗ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും. പിന്നെ നമ്മൾ നോക്കേണ്ട എന്താ അറിയോ, സ്പൈനിന്റെ ഒരു ഡിഫോമിറ്റി. കാരണം അത് നമ്മുടെ തൊറാസിക് വോളിയത്തിനെ വല്ലാണ്ട് ബാധിക്കും. അപ്പൊ നമ്മുടെ റെസ്പിറേഷന്റെ ക്വാളിറ്റിനെയും ബാധിക്കുന്നതുകൊണ്ടാണ് അതും കൂടെ നോക്കാൻ പറയുന്നത്. അപ്പൊ കൈഫോസിസ് എന്ന് പറഞ്ഞാൽ ഹഞ്ച് ബാക്ക്, ഈ ബാക്ക് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു, കൂനിയ പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കൈഫോസിസ്. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ ലാറ്ററലി കാണുന്ന അല്ലെങ്കിൽ ചരിഞ്ഞിട്ടുള്ള ഒരു ഡിഫോമിറ്റിയാണ്, ലാറ്ററൽ കർവിംഗ് ആണ്. പിന്നെ ടെൻഡർനെസ്, സ്പൈനിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം, നമ്മുടെ ബ്രെത്ത്, ഡീപ് ബ്രെത്ത് നമ്മൾ എടുക്കില്ല, ഷാലോ ആയി പോകും. അപ്പോൾ അതും ദാറ്റ് വിൽ കോസ് ഇഷ്യൂസ് ലേറ്റർ ഓൺ. അപ്പോൾ ഈ ഇൻസ്പെക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഫൈൻസ്, വേറെ എന്ത് മിസ് ചെയ്താലും യു ഷുഡ് നോട്ട് മിസ് ദിസ് വൺ ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ ഫൈൻഡിങ്. എന്താണിത്? റെഡ്യൂസ്ഡ് ചെസ്റ്റ് മൂവ്മെൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് അവിടെ എന്തോ ഒരു പെത്തോളജി ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ് മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കുറവാണ് കമ്പയർഡ് ടു ലെഫ്റ്റെങ്കിൽ റൈറ്റ് സൈഡിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പം തന്നെ നമുക്ക് പിടികിട്ടും. പിന്നെ നമ്മൾ ചെസ്റ്റിൽ നോക്കുന്ന റെസ്പിറേഷൻ്റെ റേറ്റ് മാത്രമല്ല, അതിൻ്റെ പാറ്റേണും ഏത് ടൈപ്പ് ആണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളത് അസസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്നിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ബ്രീതിങ് ഇല്ല, അത് കാർഡിയക് അറസ്റ്റിലാണ് കാണുന്നത്. പിന്നെ ബയോട്സ് റെസ്പിറേഷൻ, അത് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയിരിക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ അതൊരു ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതൊരു ഇറഗുലർ ബ്രീതിങ് ആണ്. പക്ഷേ ഇതിനിടയിലൊരു അപ്നിക് ടൈം പീരീഡ് ഉണ്ട്, ശ്വാസം എടുക്കാതിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഇത് ബ്രെയിൻ ഡാമേജിലാണ് നമ്മൾ, എസ്പെഷ്യലി മെഡുല, ഈ അങ്കൽ ഹെർണിയേഷൻ എന്നൊക്കെ പറയുമല്ലോ, ആ ബ്രെയിൻ സ്റ്റെം ഹെർണിയേഷനിലൊക്കെ നമുക്ക് കാണാം. പിന്നെ വരുന്നതാണ് ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ. ഇത് ശരിക്കും കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയറിലാണ് കണ്ടുവരുന്നത്. അത് കാരണം ദർ ഇസ് ഹൈപ്പോ പെർഫ്യൂഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദെൻ ഇറ്റ് വിൽ പ്രസൻറ്റ് ആസ് ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ. നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചെറിയതായിട്ടാണ് ആദ്യം തുടങ്ങുക, പിന്നെ അത് ഡീപ്പർ ബ്രെത്ത്സ് ആവും, അതിൻ്റെ ഡെപ്ത് ഓഫ് ദ റെസ്പിറേഷൻസ് ബിക്കം ഡീപ്പർ, ദെൻ അഗെയിൻ shallow, then you have a small pause, a period of apnea, then again the same repeats. പതുക്കെ ചെസ്റ്റ് വാൾസ് മൂവ് ചെയ്യുന്നത് കാണാം, പിന്നെ ഡീപ്പർ ആവും, പിന്നെ അഗെയിൻ സ്ലോ പതുക്കെ ആവും, പിന്നെ a period of apnea. ഈ രീതിയിലാണ് ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ പോകുന്നത്. അതുപോലെ അതൊരു റെസ്പിറേറ്ററി ഡിപ്രഷനെ കാണിക്കുന്നതാണ്. then comes കുസ്മൽസ് റെസ്പിറേഷൻ. ഇതൊരു മെറ്റബോളിക് ഡിസോർഡേഴ്സിൽ, മെറ്റബോളിക് ആസിഡോസിസിൽ, എസ്പെഷ്യലി DKA, ഡയബറ്റിക് കീറ്റോആസിഡോസിൽ നമുക്ക് കാണാം. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ റേറ്റും ഡെപ്തും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. സോ അപ്പോൾ ഇവിടെ ചെസ്റ്റ് കഴിഞ്ഞു, പിന്നെ നമ്മൾ താഴേക്ക് വന്നത്, പിന്നെ നമ്മൾ നോക്കുന്ന കൈയാണ്. കയ്യിൽ സൈനോസിസ് ഉണ്ടോ, ക്ലബിംഗ് ഉണ്ടോ എന്ന് നോക്കും. സൈനോസിസ് ഓൾറെഡി പറഞ്ഞു. ക്ലബിംഗ് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സിനെ ഇങ്ങനെ, ഈ ഇൻഡെക്സ് ഫിംഗർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്തോളൂ, കാരണം എനിക്ക് കാണിക്കാൻ ഉള്ള പരിമിതികളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണും, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലബിംഗ് ഇല്ല എന്നാണ് അർത്ഥം. ആ സ്പേസ് ഇല്ലെങ്കിൽ ക്ലബിംഗ് ഉണ്ട്. ഇതിന് പറയുന്നതാണ് ഷാംറോത്ത് സൈൻ എന്ന് പറയും, ഷാംറോത്ത് സൈൻ. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഡയമണ്ട് ഷേപ്പ് ഇല്ലെങ്കിൽ അത് ക്ലബിങ്ങിൻ്റെ ലക്ഷണമാണ്. അടുത്ത് നമ്മൾ പോകുന്നത് പാൽപേഷനിലാണ്. പാൽപേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫിംഗർ പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ടിപ്പല്ലല്ലോ. അപ്പോൾ അതിനൊരു ചെസ്റ്റിൽ നമ്മൾ പാൽപേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ടെൻഡർനെസ് ഉണ്ടോ എന്നറിയാനാണ്. അത് ചെയ്യുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എവിടെയാണ് കൈവയ്ക്കുന്നത്? എപ്പോഴും നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് കമ്പയർ ചെയ്ത് തന്നെ പോകണം കേട്ടോ. പാൽപേഷൻ ആയാലും പെർക്കഷൻ ആയാലും ഓസ്കൾട്ടേഷൻ ആയാലും. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു, പിന്നെ താഴോട്ടാണ്. അങ്ങനെ ഈ പാറ്റേണിലാണ് നമ്മൾ പാൽപേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ട്രക്കിയുടെ പൊസിഷനാണ്. ട്രക്കിൽ ഡീവിയേഷൻ ഉണ്ടോ എന്ന് അറിയാം. ഇപ്പോൾ ട്രക്കിയ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ മിഡിൽ ഫിംഗറിനെ നമ്മുടെ ട്രക്കിയുടെ സെൻറ്ററിലോട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അപ്പുറം ഇപ്പുറവും മറ്റേ 2 ഫിംഗേഴ്സും ഇങ്ങനെ വെക്കും. എനിക്ക് നിങ്ങൾക്ക് കാണാൻ തോന്നി, ഈ പിക്ചറിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഈ നമ്മുടെ മിഡിൽ ഫിംഗറിനെ ട്രക്കിയുടെ മുകളിലോട്ടൊന്ന് റോൾ ചെയ്ത് നോക്കുക, ട്രക്കിയിൽ ഡീവിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നത്, മിഡ് ലൈനിലാണോ എന്നറിയാം. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് ചെസ്റ്റ് എക്സ്കർഷൻ ആണ്. അപ്പോൾ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ
നമ്മുടെ തമ്പുണ്ടല്ലോ വെർട്ടിബ്രയുടെ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് അത് 10th റിബിന്റെ ലെവലിൽ വെച്ചിട്ട് അതിങ്ങനെ വിരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഐ തിങ്ക് യു ക്യാൻ അപ്രീഷിയേറ്റ് ദ പിക്ചേഴ്സ് ഹിയർ. സോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ പേഷ്യനോട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറയാം. അപ്പോൾ നമ്മുടെ കൈ ഒരേപോലെ തന്നെ ഒരു സിമെട്രിക്കലായിട്ട് വെളിയിലോട്ട് മൂവ് ചെയ്യണം. ഈ മിഡ് ലൈനിൽ നിന്ന് വെളിയിലേക്കുള്ള മൂവ്മെന്റ് ഒരുപോലെ ആയിരിക്കണം. അതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പം അങ്ങനെ വരുമ്പോൾ സിമെട്രിക് എന്ന് പറയും. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ചെറുതായിട്ടേ മൂവ് ചെയ്യുന്നുള്ളൂ എന്നെങ്കിൽ അവിടെ ഒരു പൾമിനറി പ്രോബ്ലം ഉണ്ട്, ഒരു ഡിസീസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ AP ആൻഡ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യും? നമുക്ക് ഈസി ആയിട്ട് 2 ബുക്ക് എടുത്തിട്ട് 2 ആക്സിലയിലുമായിട്ട് വെക്കുക. എന്നിട്ട് ഒരു ടേപ്പ് എടുത്ത് ആ 2 ബുക്കിന്റെ ഇടയിലുള്ള സ്പേസിനെ ഒന്ന് മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ കിട്ടി. അതുപോലെ ആ ബുക്കിന് ഒന്നിനെ എടുത്ത് ചെസ്റ്റിന്റെ ഫ്രണ്ടിലോട്ടും വെക്കുക, ഇന്നൊന്ന് ബാക്കിലോട്ടും വെക്കുക. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്ററും കിട്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ ആൻഡ്രോ പോസ്റ്റീരിയർ ആൻഡ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ നമുക്ക് കിട്ടും. പിന്നെന്താണ് ടാക്ടൈൽ ഫ്രെമിറ്റസ്. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടച്ച്, ഫ്രെമിറ്റസ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതും നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ, എൻ്റെ ചെസ്റ്റിൽ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ടാക്ടൈൽ ഫ്രെമിറ്റസ് എന്ന് പറയുന്നത്. ഇത് ലങ്ങിൻ്റെ ഡെൻസിറ്റീനെ കാണിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. കൺസോളിഡേഷൻ ഉണ്ട്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിക്കനിങ് എന്നാണ്. അപ്പോൾ എയറിന് പകരം അവിടെ നമുക്ക് സോളിഡ് ആയിട്ടുള്ള എന്തോ ഇരിക്കുന്നു, അതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ ഉദ്ദേശിക്കുന്നത്, യൂഷ്വലി ന്യൂമോണിയ. അപ്പോൾ അവിടെയൊക്കെ തിക്കായിട്ടുള്ളത് കാരണം ഈ വൈബ്രേഷൻസ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ ലങ്ങിൽ എയർ കയറിയിരിക്കുന്ന കൂടുതലായിട്ടും എയർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ, ഈ വൈബ്രേഷൻസിൻ്റെ ട്രാൻസ്മിഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്ടൈൽ ഫ്രെമിറ്റസ് വളരെ മൈൽഡായിട്ട് അറിയുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കൂ. ഈ കൈയുടെ ഈ അൾനാർ പോർഷൻ ഉണ്ടല്ലോ, അൾനാർ പോർഷൻ നമ്മളിങ്ങനെ ചെസ്റ്റിലോട്ട് വെക്കുന്നു. ഫ്രണ്ടിലും അതെ, ബാക്കിലും അതെ, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ വെച്ചിട്ട് നമ്മൾ പേഷ്യനോട് പറയുന്നു 99 എന്ന് പറയാൻ പറയും. 99 അല്ല കേട്ടോ, മലയാളി പേഷ്യൻ്റ് 99 പറയുമെന്ന് പറയരുതേ, 99 എന്ന് തന്നെ പറയണം. കാരണം എന്നാലേ ആ വൈബ്രേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ നോക്കിക്കോളൂ. ആസ് യു അറ്റൻഡ് ദിസ് ക്ലാസ് യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് ഇഫ് യു ഹാവൻറ്റ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ബിഫോർ. നിങ്ങളുടെ ശരീരം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പഠിക്കാനായിട്ട്. സോ ജസ്റ്റ് കീപ് ലൈക്ക് ദിസ് ആൻഡ് സേ 99, യു ഗെറ്റ് ദ വൈബ്രേഷൻ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് കമ്പയർ ചെയ്യുക. അങ്ങനെ എല്ലാം നേരത്തെ ഞാൻ ആ 1, 2, 3 ഒരു പാറ്റേൺ കാണിച്ചില്ല, അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ഇതും ചെയ്യാം. അടുത്തത് പെർക്കഷൻ. പെർക്കഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രംസ് ഒക്കെ അല്ലേ പെർക്കഷൻ, അടിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടിനെയാണ് ഇവിടെ നമ്മൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊട്ടുമ്പോൾ ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് പോയി ഓർഗനെ ടച്ച് ചെയ്യുന്നു, എന്നിട്ടത് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളതിനെ കേട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്? മിഡിൽ ഫിംഗർ, നമ്മുടെ നോൺ ഡോമിനൻറ്റ് ഹാൻഡിനെ എടുത്ത് പേഷ്യൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ മിഡിൽ ഫിംഗർ ഷുഡ് ടച്ച് ദ പേഷ്യൻസ് ബോഡി അല്ലെങ്കിൽ ചെസ്റ്റ്. എന്നിട്ട് നമ്മുടെ ഡോമിനൻറ്റ് ഹാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിൽ മിഡിൽ ഫിംഗർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ തട്ടുന്നു. തട്ടുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ തട്ടുമ്പോൾ നമ്മുടെ മൂവ്മെൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, പക്ഷേ ഇത് കുറേ ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട്, ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ ഞാനിത് കണ്ടതുകൊണ്ട്, ഓഫ് ലേറ്റ് കണ്ടതുകൊണ്ട് ഞാനതങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നഴ്സുമാർ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ദേ മൂവ് ദെയർ എൽബോസ്, ഇവിടെയാണ് മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഇവിടെ റിസ്റ്റാണ് മൂവ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് കറക്റ്റ് ടെക്നിക്ക്. റിസ്റ്റ് മൂവ്മെൻ്റ് ആണ് ആവശ്യം, അല്ലാതെ എൽബോ അല്ല. അപ്പോൾ അതും നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ വരുന്ന കാര്യമാണ്. ഇത് ഇങ്ങനത്തെ മൂവ്മെൻ്റ് ആണ്, റിസ്റ്റ് മാത്രം, നോട്ട് യുവർ എൽബോ. അപ്പം ആ ഒരു സൗണ്ട് കേൾക്കുന്നത് ഈ ഒരു റിതം അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ നമുക്ക് നോർമലി ലങ് ഇങ്ങനെ കൊട്ടി കിട്ടുന്ന സൗണ്ടിനെയാണ് നമ്മൾ റെസനൻസ് എന്ന്
പറയുന്നത്. ഓക്കെ, ലങ്ങിന്റെ ആ ഒരു സൗണ്ടിന്റെ പേര് റെസനൻസ്. ഇതിൽ ഒത്തിരി എയർ, ആ പ്രസൻസ് ഓഫ് എയർ ആണ് ഈ സൗണ്ട് തരുന്നത്. ഒത്തിരി എയർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹൈപ്പർ റെസൻസ്, ലൈക്ക് കണ്ടീഷൻസ് ലൈക്ക് എംഫൈസീമ, ന്യൂമോതൊറാക്സ് ഒക്കെ. പിന്നെ ഇനി എയറേ ഇല്ല, അവിടെ മൊത്തം കൺസോളിഡേഷൻ ആണ്, വാട്ടർ ഒക്കെ ഫില്ല് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നോട്ടാണ് ഡൾ നോട്ട്. വി കോൾ ഇറ്റ് ആസ് ഡൾ നോട്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് അസസ് ചെയ്യുമ്പോൾ പെർക്കസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എന്ത് നോട്ടാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അത് എക്സാക്ട്ലി ഏത് പൊസിഷനിൽ എവിടെയാണ് കിട്ടുന്നത്, ഇത് അപ്പർ ലോബിലാണോ, റൈറ്റ് അപ്പറിലാണോ, അല്ലെങ്കിൽ ബേസിലാണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ അതും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം നഴ്സസ് റെക്കോർഡിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞേക്കുന്നത് നോർമലി കിട്ടുന്ന പെർക്കഷൻ നോട്ട്സ് ആണ്. ലങ്ങിൽ റെസനൻസ് ആണ്, സ്റ്റൊമക്കിലാണെങ്കിൽ അതിനെ പറയുന്നതാണ് ടിംപാനി, ലിവറിൽ കിട്ടുന്നത് ഡൾ നോട്ട്, തൈയിൽ അല്ലെങ്കിൽ ഒരു സോളിഡ് മാസിൽ, മസിൽ മാസിൽ കിട്ടുന്നത് ഫ്ലാറ്റ് നോട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ പൊട്ടിപ്പടിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, വ്യത്യാസങ്ങൾ മനസ്സിലാവും, ഈ ഡൾനെസ് എന്താണ്, ഫ്ലാറ്റ് നോട്ട് എന്താണ് എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ ലങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ട് നോട്ട്സും മെയിനായിട്ട് അറിഞ്ഞിരിക്കാനുള്ള, ഒന്ന് റെസനൻസ് നോട്ട് വിച്ച് ഇസ് ദ നോർമൽ ലങ് നോട്ട് ഫിൽഡ് വിത്ത് എയർ, അതിന് ഹൈപ്പർ റെസൻസ്, ഒത്തിരി എയർ ഉണ്ടെങ്കിൽ ഹൈപ്പർ റെസൻസ്. പിന്നെ അറിയേണ്ടത് ഡൾ നോട്ടാണ്. ഡൾ നോട്ട് എന്ന് പറയുന്നത് വെള്ളമൊക്കെ അവിടെ കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നോട്ടാണ് ഡൾ നോട്ട്. അപ്പോൾ ഇത് പെർക്കഷൻ ഏരിയാസിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന നോട്ട്സ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ട് കിട്ടും. ഇവിടെ മീഡിയസ് ചിഹ്നത്തിൽ നമ്മൾ കൊട്ടുവാണെങ്കിൽ ഒരു കാർഡിയക് ഡൾനെസ് എന്നാണ് അതിൻ്റെ പേര് പറയാം. ഇവിടെയാണെങ്കിൽ ലിവർ ഡൾനെസ്, കാരണം അവിടെ ലിവറാണ് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് അത് ഈ ഏരിയയിലാണെങ്കിൽ റെസനൻസ്. ഇവിടെയൊക്കെ നമുക്ക് റെസനൻസാണ് കിട്ടുന്നത് പോസ്റ്റീരിയറിൽ, പക്ഷേ ഈ ഏരിയയിൽ മാത്രം നമ്മുടെ വിസറൽ ഓർഗൻസിൻ്റെ ഒരു ഡൾനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് നോർമലി നമ്മൾ പെർക്കസ് ചെയ്യുമ്പം കിട്ടുന്ന എക്സ്പെക്റ്റഡ് നോട്ട്സ്. അടുത്തത് ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേഷനിൽ നമ്മൾ ബ്രെത്ത് സൗണ്ട്സും വോയിസ് സൗണ്ട്സും നോക്കും കേട്ടോ ഇവിടെ. അപ്പോൾ യൂഷ്വലി ഹോസ്പിറ്റൽസിലൊക്കെ ഐ തിങ്ക് വി വിൽ ലിസൺ ഓൺലി ടു ദ ബ്രെത്ത് സൗണ്ട്സ്, അല്ല വോയിസ് നോട്ട്സ് ഒന്നും അങ്ങനെ കേട്ട് ഞാൻ കണ്ടിട്ടില്ല. ബെൽ ആൻഡ് ഡയഫ്രം, ഇതിൻ്റെ യൂസേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരു കാര്യം മാത്രം ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ബെൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കീപ്പ് ഇറ്റ് ലൂസ്ലി ടു ദ സ്കിൻ. അതിങ്ങനെ പ്രസ് ചെയ്ത് ഉള്ള ശക്തിയെല്ലാം വെച്ചിട്ട് പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഡയഫ്രം ആണെങ്കിൽ നമ്മൾ ഫേം ആയിട്ട് സ്കിന്നിലേക്ക് പ്ലേസ് ചെയ്യണം, കാരണം നമ്മളവിടെ ഹൈ പിച്ച്ഡ് സൗണ്ടാണ് കേൾക്കുന്നത്. ബെല്ലിലാണെങ്കിൽ ലോ പിച്ച്ഡ് സൗണ്ട് കേൾക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓസ്കൾട്ടേഷൻ ഇതുപോലെ തന്നെ വൺ സൈഡ് ആദ്യം കേൾക്കും, പിന്നെ സെയിം അപ്പുറത്തെ സൈഡിൽ, പിന്നെ താഴോട്ട്, അങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് ഇവിടെയും നമ്മൾ പോകുന്നത്. ജസ്റ്റ് ടു കമ്പയർ ബിറ്റ്വീൻ ബോത്ത് ദ സൈഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രെത്ത് സൗണ്ട്സ് നമ്മൾ അസസ് ചെയ്യുമ്പോൾ പേഷ്യനോട് പറയും വാ തുറന്നിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറയും, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മാക്സിമം ഒരു ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് സൗണ്ടിനെ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. 4 നോർമൽ ബ്രെത്ത് സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ട്രക്കിയൽ, ബ്രോങ്കിയൽ, ബ്രോങ്കോവെസിക്കുലർ, വെസിക്കുലർ. അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെയാണ് ഇത് കേൾക്കുന്നത്? ഒന്ന് ട്രക്കിയൽ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ട്രക്കിയുടെ അവിടെയാണ്, നമ്മൾ സ്റ്റെത്ത് അവിടെ വെക്കുന്നു, യു ക്യാൻ ഹിയർ ദ ട്രക്കിയൽ സൗണ്ട്സ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ബ്രോങ്കിയൽ സൗണ്ട്സ് കേൾക്കാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് ബ്രോങ്കിയൽ സൗണ്ട് കേൾക്കാം. പിന്നെ കുറച്ചും കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ലിസൺ ടു ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടുന്ന സൗണ്ടാണ്. The rest of the lung fields you get vesicular lung sounds. ഓക്കെ, ഇങ്ങനെ 4 സൗണ്ടുകൾ. പക്ഷേ ഇത് പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ ട്രക്കിയൽ സൗണ്ട് നിങ്ങൾക്ക് ലങ്സിൻ്റെ മറ്റ് ഫീൽഡിൽ എവിടെയെങ്കിലുമാണ് കേൾക്കുന്നതെങ്കിൽ അത് അബ്നോർമൽ ആണ്. ഇത് അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് മാത്രമേ ഇത് കേൾക്കുന്നുള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് നോർമൽ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബ്നോർമൽ, റൈറ്റ്? അപ്പോൾ ഇവിടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. തിയറിറ്റിക്കലി ഞാനിവിടെ പറയാം, പക്ഷെ ഇത് കേട്ട് മനസ്സിലാക്കിയാലേ ഇത് ശരിക്കും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ട്രക്കിയൽ സൗണ്ട് എങ്ങനെയാണ്, ബ്രോങ്കിയൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ശരീരം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക teacher, tutor. So take the stethoscope, keep it on to your trachea and you listen to the sound. നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഹാർഷ് ലൗഡ് ഹൈ പിച്ച്ഡ് സൗണ്ടാണ്. ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഒരുപോലെയാണ്, എന്നുവെച്ചാൽ ആ ഡ്യൂറേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. പിന്നെ ബ്രോങ്കിയലിലാണെങ്കിൽ കുറച്ചും കൂടെ ഇവിടേക്ക് സ്റ്റെതസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോങ്കിയൽ സൗണ്ട് കിട്ടും. ഇത് ഒരു ലൗഡ് ഹൈ പീച്ച്ഡ് ആണ്, പക്ഷെ ഇൻസ്പിറേഷൻ കുറവും എക്സ്പിറേഷൻ കൂടുതൽ സമയവും 1:3 റേഷ്യോയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇൻസ്പിറേഷൻ കുറച്ച് സമയം, എക്സ്പിറേഷൻ കൂടുതൽ സമയമാണ് ഇവിടെ കിട്ടുന്നത്. ബ്രോങ്കോ വെസിക്കുലറിലാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇതും ഇതും തമ്മിൽ ഒരു ചെറിയൊരു സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. only thing is trachea is very loud and high pitched, പക്ഷെ ബ്രോങ്കോ വെസിക്കുലറിലാണത് മോഡറേറ്റ് സൗണ്ട് ആൻഡ് ദി ഇൻസ്പിറേഷൻ ആൻഡ് ദി എക്സ്പിറേഷൻ ഈസ് ഈക്വൽ. ഓക്കെ, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ഇസ് ഈക്വൽ. ഇവിടെ അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഈക്വൽ, പക്ഷെ ഭയങ്കര ഹൈ പിച്ച്ഡ് ആണ്, അതാണ് വ്യത്യാസം. വെസിക്കുലർ ആണെങ്കിൽ നമ്മുടെ യൂഷ്വൽ ലങ്ങിന്റെ വേറെ എവിടെ വെച്ചാലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ലോ ടോണിലുള്ള സൗണ്ടാണ്. ഇതാണെങ്കിലോ ഇൻസ്പിറേഷൻ കൂടുതൽ സമയവും എക്സ്പിറേഷൻ കുറവാണ്. 3:1 ആണ് ഇവിടെ ഇൻസ്പിറേഷൻ ഇതും എക്സ്പിറേഷൻ ഇതും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ നോർമൽ ബ്രെത്ത് സൗണ്ട്സ്. ഇത് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഈ ഒരൊറ്റ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പൊ ഈ സൗണ്ടുകളെല്ലാം വേറെ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് 4C ഒന്ന് മനസ്സിലാക്കിക്കോണം. ദർ കുഡ് ബി എ കൊലാപ്സ്, ദർ കുഡ് ബി എ കൺസോളിഡേഷൻ, ദർ കുഡ് ബി എ ക്യാൻസർ, ഓർ ദർ കുഡ് ബി എ ക്യാവിറ്റി. ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. Now coming to abnormal or adventitious breath sounds. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള ബ്രെത്ത് സൗണ്ട്സ് ഇപ്പം നേരത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വേറെ പല വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു, ക്രെപ്സ് എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ക്രാക്കിൾ, ഫസ്റ്റ് ഓൺ ക്രാക്കിൾ. ക്രാക്കിൾ എന്ന് പറയുന്നൊരു പോപ്പിംഗ് സൗണ്ടാണ്. നമ്മുടെ ലങ്സിനകത്ത് ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം ലങ്സിനകത്ത് മൊത്തം ഫ്ലൂയിഡ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ സെക്രീഷൻസ് ഉണ്ട്. പൾമിനറി എഡീമോ അല്ലെങ്കിൽ COPDയോ കാർഡിയക് ഫെയിലിയറും അങ്ങനത്തെ കണ്ടീഷൻസിലാണ്. ഇത് ഫൈൻ ക്രാക്കിൾ, കോഴ്സ് ക്രാക്കിൾ എന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ഉണ്ട്. വേറൊന്നുമല്ല, ഫൈൻ ക്രാക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചുമച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഡിസപ്പിയർ ആവും. കോഴ്സ് ക്രാക്കിൾ എന്ന് പറഞ്ഞാൽ അത് അപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ ക്രാക്കിൾ സൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ അസസ് ചെയ്യാം? എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുടിയില്ലേ, മുടി ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ ചെവിയുടെ സൈഡിലോട്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ തിരുമ്മി നോക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മിക്കേ, അപ്പം നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കുന്ന കേട്ടോ. ബോയ്സിന് ഐ എം വെരി സോറി, നിങ്ങൾക്ക് അത്ര നീളത്തിന് മുടിയില്ല, ബട്ട് ഗേൾസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ദേ ക്യാൻ ഡു ദിസ്. മുടിയില്ലാത്തവർ ക്ഷമിക്കുക. അപ്പോൾ ഇതിങ്ങനെ തിരുമ്മി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിരിക്കിരിന്നൊരു സൗണ്ട് കേൾക്കും. അങ്ങനെയാ കേൾക്കുക നമ്മൾ സ്റ്റെതസ്കോപ്പ് ചെസ്റ്റിൽ വെക്കുമ്പോൾ. അതാണ് ക്രാക്കിൾ. ഈ കൊച്ചു പിള്ളേരൊക്കെ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് സ്ട്രോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ അതിൽ കൂടെ ഊതിക്കഴിഞ്ഞാൽ ഒരു ഗ്ലൂ 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 എന്നൊരു സൗണ്ട് ഉണ്ടാക്കത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത് ലങ്സിനകത്ത്. പക്ഷെ നമ്മൾ സ്റ്റെത്ത് വയ്ക്കുമ്പോൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു പോപ്പിംഗ് സൗണ്ടാണ്. അടുത്തത് വീസ്, ഞാൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തു, ഒരു മ്യൂസിക്കൽ സൗണ്ടാണ്. പക്ഷെ ഇത് എക്സ്പിറേറ്ററി ടൈമിലാണ് വരുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചോളൂ. എക്സ്പിറേറ്ററി ടൈമിൽ ഇതെന്താ ബേസിക്കലി ഒബ്സ്ട്രക്ഷൻ കാരണം. പിന്നെ സ്ട്രൈഡർ, ഈ സ്ട്രൈഡറും വീസും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ വീസ് എക്സ്പിറേറ്ററി മ്യൂസിക്കൽ സൗണ്ട് ആണെങ്കിൽ സ്ട്രൈഡർ എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി മ്യൂസിക്കൽ സൗണ്ട് ആണ്. ഇതും ഒബ്സ്ട്രക്ഷൻ, എസ്പെഷ്യലി ഫോറിൻ ബോഡീസ്, എന്തെങ്കിലും കോയിനോ അല്ലെങ്കിൽ ഇതൊക്കെ എന്താ ഗോലിയൊക്കെ ബീഡ്സ് ഒക്കെ എടുത്ത് വിഴുങ്ങിയിട്ടുണ്ട്, പിള്ളേർ വിഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സൗണ്ടാണ് കേൾക്കുക. റോങ്കൈ എന്ന് പറയുന്നത് ഒരു സ്നോറിങ് സൗണ്ട്, ലാർജർ എയർവേസിന്റെ ഒബ്സ്ട്രക്ഷൻ കാരണമാണ്. പിന്നെ പ്ലൂറൽ റബ്ബ് എന്ന് പറഞ്ഞാൽ പ്ലൂറൈറ്റിസ് ഒക്കെ പ്ലൂറൽ എഫ്യൂഷൻ ഒക്കെ ഉള്ളവർക്ക് ആ പ്ലൂറൽ കവറിങ് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊരു പീസ് ഓഫ് ലെതർ എടുത്തിട്ടേ ഇങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു സൗണ്ട് കിട്ടും. അതാണ് പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് എന്ന് പറയുന്നത്. ആ ഒരു സൗണ്ട് ഒരു ലെതറി ഗ്രേറ്റിംഗ് സൗണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സ്. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. അതിൽ ഞാൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്ലോലി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഞാനിതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ളവർക്ക് ദയവ് ചെയ്ത് അതിൽ കയറി ചെക്ക് ചെയ്യാം. Within another 2-3 days, videos will be uploaded. You can please subscribe and listen to these videos. അടുത്തത്
വോയിസ് സൗണ്ട്സ് ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്, ബ്രെത്ത് സൗണ്ട്സ് ആണ്. ഇനി അടുത്തത് വോയിസ് സൗണ്ട്സ്. ഇത് നല്ല രസമാണ് കേട്ടോ, നിങ്ങൾ ചെയ്തു നോക്കണം ഇത്. ഫസ്റ്റ് വൺ ഇസ് ഈഗോഫോണി. ഈഗോഫോണി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് എടുത്ത് ചെസ്റ്റിലോട്ട് വെച്ചിട്ട് നമ്മൾ പേഷ്യനോട് ഈ എന്ന് പറയും. ആസ്ക് ദ പേഷ്യന്റ് ടു സേ ഈ. അപ്പൊ നിങ്ങൾ ഈ സ്റ്റെതസ്കോപ്പിൽ കൂടി ഇത് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് ആന്നാണ് കേൾക്കുന്നതെങ്കിൽ ഈഗോഫോണി ഉണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അത് അബ്നോർമലാണ് കേട്ടോ. പേഷ്യൻ്റ് ഈ എന്ന് പറഞ്ഞ് നിങ്ങൾ ആന്ന് കേൾക്കുവാണ്, ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേൾക്കുന്ന പോലെ. അപ്പോൾ ഇത് അബ്നോർമലാണ്. കൺസോളിഡേഷൻ ലങ്ങിൽ കൺസോളിഡേഷൻ ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് ഈ എന്ന് പറഞ്ഞാൽ ആന്ന് കേൾക്കുന്നത്, അല്ലെങ്കിൽ അത് നോർമലായിട്ട് തന്നെ കേൾക്കാം. അപ്പൊ അതാണ് ഈഗോ ഫോണി. പിന്നെ അടുത്തത് എന്താണ്, ഇതൊരു രഹസ്യം പറച്ചിലാണ്, വിസ്പേർഡ് പെക്ടോറിലോക്കി. പേരൊക്കെ കേട്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇത് നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യാറില്ല എന്ന് തോന്നുന്നു അല്ലേ, നഴ്സസ് ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. വിസ്പേർഡ് പെക്ടോറിലോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യനോട് പറയും പതുക്കെ രഹസ്യം പറയാൻ. എന്താ പറയണ്ടേ, ഇങ്ങനെ രഹസ്യത്തിൽ 1 2 3 എന്ന് പറയണം. എന്നിട്ട് നമ്മൾ സ്റ്റെത്തസ്കോപ്പ് വെച്ചിട്ട് കേൾക്കണം അത്. അപ്പോൾ നോർമലി ഒന്നും കേൾക്കത്തില്ല കേട്ടോ. ഈ വിസ്പർ ചെയ്യുന്നത് നമ്മൾ സ്റ്റെത്ത് വഴിയൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ കൺസോളിഡേഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് കേൾക്കാൻ പറ്റും. 1 2 3 എന്ന് ഇവർ രഹസ്യത്തിൽ പറയുന്നത് നമുക്ക് പരസ്യമായിട്ട് നമ്മുടെ ചെവിയിൽ സ്റ്റെത്തസ്കോപ്പ് വഴി കേൾക്കാനായിട്ട് പറ്റും. അതാണ് വിസ്പേർഡ് പെക്ടോറിലോക്കി. ഇനി അടുത്തത് ബ്രോങ്കോഫോണി. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ടാക്ടൈൽ ഫ്രെമിറ്റസ് ഞാൻ പറഞ്ഞല്ലോ, പേഷ്യനെ കൊണ്ട് 99 ഇമ്പോസിഷൻ പറയിച്ചിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ചെയ്തല്ലോ, അത് ടാക്ടൈൽ ഫ്രെമിറ്റസ്. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് കേൾക്കും. ഇതിനെ 99 എന്ന് പറയുന്നതിന് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കും. അപ്പോൾ സാധാരണയായിട്ട് ഈ കൺസോളിഡേഷൻ ഉണ്ടെങ്കിൽ, സാധാരണ നമുക്ക് ലൗഡല്ല, ഇത് വളരെ മഫിൾഡ് ആയിട്ട്. അപ്പോൾ പേഷ്യൻറ്റിന് കൺസോളിഡേഷൻ ഉണ്ടെങ്കിൽ ഇത് ഈ സൗണ്ട് നല്ല പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റെതസ്കോപ്പ് വഴി കേൾക്കാനായിട്ട് സാധിക്കും. സോ അതാണ് ബ്രോങ്കോഫോണി. ഇതൊക്കെയാണ് വോയിസ് സൗണ്ട്സ്. സോ ഇത്രയും ആണ് ബേസിക് ആയിട്ട് നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോക്കസ്ഡ് റെസ്പിറേറ്ററി അസസ്മെൻറ്റ്. ഫൈനലി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പേഷ്യനോട് പറയണം, ചേട്ടാ വളരെ നന്ദി, നമസ്കാരം, താങ്ക് യു ഫോർ ബീങ് കോപ്പറേറ്റീവ്. ദെൻ മേക്ക് ദ പേഷ്യൻറ്റ് കംഫർട്ടബിൾ. അവരെ മര്യാദയ്ക്ക് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് കിടത്തുക. ദെൻ ഗോ വാഷ് യുവർ ഹാൻഡ്സ്. പിന്നെ അസസ്മെന്റ് പൂർണ്ണമാവണമെങ്കിൽ എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസും കൂടെ വേണം. അതിനെപ്പറ്റിയൊന്നും ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം അത് 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 തന്നെ ഒരു വലിയൊരു 1 hour സെഷനിലേക്ക് ആയിപ്പോകും. അപ്പോൾ ലുക്ക് അറ്റ് ദ ചാർട്ട്, BP, ഇങ്ങനത്തെ വൈറ്റൽസ് ഒക്കെ നോക്കുക, പീക്ക് ഫ്ലോ മെഷർമെൻറ്റ് നോക്കുക, മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതെല്ലാം ചെയ്യുക. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് അസസ്മെന്റ് വരുന്നത്. ഫൈനലി റെക്കോർഡിംഗ് ജസ്റ്റ് നമ്മളൊരു നോർമൽ ഇതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക, ട്രക്കിയ മിഡ് ലൈനിലാണ്, ചെസ്റ്റ് എല്ലാം നോർമലാണ്, ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ്സ് നോർമലാ, പിന്നെ നോ അഡ്വെന്റീഷ്യസ് സൗണ്ട്സ്, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ ഒക്കെ ക്ലിയർ ആണ് എന്ന് നമ്മൾ പറയും. സപ്പോസ് ദർ ഇസ് എ പ്രോബ്ലം ലൈക്ക് ആണെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക. ട്രക്കിയ മിഡ് ലൈനിൽ തന്നെ ഉണ്ട്, മൈൽഡ് പെക്ടസ് എക്സ്കവേറ്റം പ്രസന്റ്, പിന്നെ ഇൻക്രീസ്ഡ് ടാക്ടൈൽ ഫ്രെമിറ്റസ് ഉണ്ട്, എവിടെയാ അത് സ്പെസിഫൈ ചെയ്യുക, ലെഫ്റ്റ് പോസ്റ്റീരിയർ ചെസ്റ്റ് അങ്ങനെ. പിന്നെ ദാറ്റ് ഏരിയ ഈസ് ഓൾസോ ഡൾ ടു പെർക്കഷൻ, ബ്രോങ്കിയൽ ബ്രെത്ത് സൗണ്ട്സ് ആർ ഹേർഡ്, crackles are present in the area of dullness, bronchophony and whispered pectoriloquy are also increased. അപ്പോൾ ഈ അസസ്മെന്റിൽ നമുക്ക് ഒരു ഡോക്ടർ ഇത് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവുന്നു, ഓക്കെ ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഒരു കൺസോളിഡേഷൻ ഉണ്ട്, ഈ ഫൈൻഡിങ്സ് എല്ലാം അതിലോട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ യു ഡു ദ റൈറ്റ് അപ്പ് ഫോർ ആഫ്റ്റർ ദി അസസ്മെന്റ്, യു റെക്കോർഡ് ദ ഫൈൻഡിങ്സ്. Okay, so that is it about the respiratory assessment. So we can hopefully, if you have any doubts, you can put it in the comment box, and yeah, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ you can also come and visit my YouTube channel. ലിങ്ക് ഇവിടെ ഉണ്ട്. ഇതൊന്ന് ചാറ്റ് ബോക്സിലോട്ട്
Okay. ചാറ്റ് ബോക്സിൽ ഒത്തിരി ചാറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ചാറ്റ് ബോക്സിൽ അക്കാഡമിയുടെ യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത 2-3 ദിവസങ്ങളിൽ കുറച്ചേറെ നഴ്സുമാർക്ക് എന്താ പറയുക, റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ലൈക്ക് ECG, പിന്നെന്താ ABG, വെന്റിലേറ്റേഴ്സ്, പിന്നെ അങ്ങനെ അതെ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരിക, വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ യു ക്യാൻ ഹാവ് മോർ ഓഫ് യുവർ ടോപ്പിക്സ് ഓഫ് ഇൻട്രസ്റ്റ് ദർ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, ചാനലിൽ വന്നിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ടിങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത് പല പാർട്ടായിട്ട് ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രോബബ്ലി വിത്തിൻ ദ നെക്സ്റ്റ് 2-3 days യു ക്യാൻ. ഓക്കെ, എക്സ്റേ ഇൻ്റർപ്രിട്ടേഷൻ വേണം. ഭയങ്കര ഒത്തിരി ചാറ്റ്സ് വരുന്നുണ്ട്, ഞാനൊന്ന് എഴുതിക്കോട്ടെ കേട്ടോ. എക്സ്റേ ഇൻ്റർപ്രിട്ടേഷൻസ്, ഫൈൻ. പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. യൂട്യൂബ് ECG എന്തായാലും ഉണ്ട്, ഓൾറെഡി എല്ലാം ചെയ്തിട്ടുള്ളതാണ്. CT അസസ്മെൻറ്റ്, ABG ഉണ്ട്. അടുത്ത ഇനി സെഷൻ ABGനെ പറ്റി വരുന്നുണ്ട്. PPT ഷെയർ ചെയ്യണം. ഓക്കെ, NICU പ്രൊസീജിയേഴ്സ് വേണം, വെന്റിലേറ്റർ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വേണം. ഇത് മാത്രമല്ല, നമുക്കൊരു മോട്ടിവേഷണൽ ക്ലാസ്സസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പഠിക്കണ കാര്യം മാത്രമല്ല, എമർജൻസി ഡ്രഗ്സ്, ഫൈൻ. പഠിക്കണ കാര്യം മാത്രമല്ല, അല്ലാതെയും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും യു ക്യാൻ ജസ്റ്റ് കോണ്ടാക്ട് മീ. എമർജൻസി ഡ്രഗ്സ്, എക്യുപ്മെൻറ്റ്സ്, ഓക്കെ, കാൽക്കുലേഷൻസ്, മെക്കാനിക്കൽ വെന്റിലേഷൻ, ഫൈൻ. പീഡിയാട്രിക് അസസ്മെന്റ്, ഓക്കെ. ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ എമർജൻസി ഡ്രഗ്സ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ലേ. ന്യൂറോ ടോപ്പിക്സ് വേണം, ACLS, BLS, ഓക്കെ. CVS അസസ്മെന്റ് ഒക്കെ ഞാൻ ഇതെല്ലാം ഉണ്ട്, ചാനലിൽ വരുന്നതാണ് ഇൻ ദി അപ്കമിങ് ഡേയ്സ്. കാരണം ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. ടുഡേ സ്ലൈഡ്സ് കിട്ടും, ഡോണ്ട് വറി. ഫൈൻ. പീഡിയാട്രിക് ടോപ്പിക്സ്, ഓക്കെ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ ലൈൻ ആൻഡ് പെരിഫറൽ ലൈൻ, ശരി. അതുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് പറഞ്ഞപ്പോഴാണ് സെൻട്രൽ ലൈൻ പെരിഫറൽ. ഞാനൊരു എൽസീവിയറിൻ്റെ ഒരു ബുക്ക് ഓൾറെഡി ഈ മാസം ഒക്ടോബറിൽ അത് റിലീസാവുകയാണ്. ക്ലിനിക്കൽ, അതിനകത്ത് മൊത്തം പ്രൊസീജിയേഴ്സാണ്, ക്ലിനിക്കൽ മാനുവലാണത്. ഒരു വലിയൊരു ടീം എഴുതിയൊരു ബുക്കാണ്. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നിക്, ഓക്കെ. ഫൈൻ. അപ്പോൾ ആ ബുക്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ഈ ചോദിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബുക്കിൽ ഓസ്കിയുടെ ഈവൻ സ്റ്റുഡൻസിന് പോലും അത് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ്. സ്റ്റാഫ് നഴ്സസിനും സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ബുക്കാണ് ഇത്. പ്രൊസീജിയേഴ്സ്, പിന്നെ വൈവ ടോപ്പിക്സ്, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഉണ്ട്. NIV, ഓക്കെ. ബുക്ക് റിലീസായില്ല. റിലീസാകുമ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ അത് കൊടുക്കും കേട്ടോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ല, വൈവ ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അത് നമുക്കൊരു സെഷനായിട്ട് തന്നെ ഞാൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം.
CKD, MBD. ഓക്കെ, നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഞാൻ ABG അടുത്ത ക്ലാസ് ABG ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ റെസ്പിറേറ്ററി അസസ്മെന്റ് അങ്ങ് എടുത്തതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്കൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യത്തില്ലേ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച് അങ്ങനെ. അതുകൊണ്ടാണ് പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് ഒരു ടോപ്പിക് ഹാൻഡിൽ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഇതാണ് നല്ലതെന്ന് തോന്നി. നമുക്ക് അടുത്ത മാസം ഇതുപോലെ നമുക്ക് ABG ചെയ്യാം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ന്യൂ കരിയർ പാത്ത് ഫോർ നഴ്സസ്. അടിപൊളി, ന്യൂ കരിയർ പാത്ത്. ഫൈൻ, ഞാൻ ഇതൊക്കെ ചെയ്തേക്കാം കേട്ടോ. ഓങ്കോളജി ടോപ്പിക്സ് വേണോ? ഫൈൻ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എനിക്കറിയില്ല. ഞാൻ ഇച്ചിരി പറയാതിരിക്കാൻ വയ്യ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇനി എക്സ്പെക്ട് ചെയ്യുന്നു മാം, കാരണം 1 മണിക്കൂറിനുള്ളിൽ ഇത്ര ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇതിന്റെ ഞാൻ ഐംനയുടെ ഓർഗനൈസേഴ്സിന് ഞാനിത് കൊടുത്തേക്കാം. ഇതിന്റെ PDF അവര് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യും. താങ്ക് യു മാം. മാം യൂട്യൂബ് ചാനലിന്റെ ഇത് കൂടെ കൊടുക്കണേ. ഞാനിവിടെ ഒരു മിനിറ്റ് ലിങ്ക് ഇട്ടേക്കാം. ഞാനിപ്പോ 1 by 1 ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ മാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് തുടങ്ങിയത്. ഐംനയുടെ ഒരു ആക്ടിവിറ്റി കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഇത്രയും ഹെൽപ്പ് ചെയ്യുമല്ലേ ഒത്തിരി നഴ്സുമാരെ അതെ മാം, യെസ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. അപ്പൊ ഞാനും വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് പിള്ളേർക്ക് വേണ്ടതൊക്കെ നമ്മളിങ്ങനെ അതിൽ കൂടെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാല് ഇതുപോലെ നമുക്കൊരു ഹെൽപ്പ്. ഞാൻ 1 man ആർമിയാണ് ഇവിടെ. ഐംന എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടായ്മയാണ്. അത്രയ്ക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അണ്ണാര കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഉത്തരവാദികൾ, ഐംനക്കാർ, എൻ്റെ യൂട്യൂബ് ചാനലിന്റെ. ഓക്കെ, സോ ഐ എം റിയലി, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ല എന്താണ് ഹാർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഡ്രീം എന്നൊക്കെ പറയുന്നില്ലേ, യൂസിങ് മൈ ഹാർട്ട് ടു ഡു സംതിങ് വിച്ച് ഐ ഡ്രീംഡ് അബൌട്ട്. ഡ്രീം വിത്ത് യുവർ ഹാർട്ട്, അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഐ ഹോപ്പ് ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ഓൾ ദി അപ്കമിങ് നഴ്സസ്. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫഷനിൽ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് പേഴ്സണലി ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ഈ PSC കോച്ചിങ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ വിളിക്കും, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ്. അപ്പോൾ പ്രൊഫഷണൽ മാത്രമല്ല, ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഹെൽപ്പും ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എവറിത്തിങ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് കേട്ടോ. ബിസിനസ് അല്ലേ ഇത്, ഐമന ചെയ്യുന്ന പോലത്തെ ഒരു സർവീസ് മാത്രമാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതിൽ വേറെ ഒന്നും കലർപ്പില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് എനിക്ക് ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് ആണ്, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അത്. നമുക്ക് 10-28 വർഷമായിട്ട് ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാനിവിടെ 7483240615 ഇതാണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ. വാട്സപ്പ് നമ്പറും ഇത് തന്നെ. പ്ലീസ് ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് മീ എനി ടൈം. ഞാനിപ്പോൾ വലിയ തിരക്കൊന്നും എനിക്ക് ലൈഫിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ എം ഓൾവേസ് ഫ്രീ ഫോർ യു ഗൈസ്, ബിക്കോസ് യു ആർ മൈ ഫാമിലി. എത്ര തിരക്കുണ്ടായാലും നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് സമയം തീർച്ചയായിട്ടും മാറ്റി വെച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യത്തിനും എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐംനയുടെ വലിയൊരു എന്താ പറയുക ആക്ടിവിറ്റിയുടെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൻ്റെ ഭാരവാഹികൾക്കും, ഈ ഒരു കൂട്ടായ്മ, ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഓരോരുത്തരോടും എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട്. സോ ഐ എം വെരി വെരി താങ്ക്ഫുൾ ഫോർ ടു ഓൾ ഓഫ് യു. താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. ഇന്നത്തെ ഈ ഒരു താങ്ക് യു മാം. താങ്ക് യു മാം. മൈ പ്ലഷർ.
താങ്ക് യു സോ മച്ച് മാം. ഇന്നത്തെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തന്നതിന്, പ്രത്യേകിച്ച് എമിനയിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് എമിനന്റ് പേഴ്സണാലിറ്റീസ് ഞാൻ നേരത്തെ നമ്മൾ ഷെയർ ചെയ്ത, പ്രത്യേകിച്ച് റോയ് സാറൊക്കെ ഞങ്ങൾക്ക് പേഴ്സണലി എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അതുപോലുള്ള എമിനന്റ് പേഴ്സണാലിറ്റി ഞങ്ങൾക്ക് മെസ്സേജ് വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമാണ്. സിനു നമ്മുടെ ഇതിന്റെ അഡ്മിനാണ്, ഇതിനുവേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അപ്കമിങ് വെന്റിലേറ്റർ ക്ലാസിന്റെ ഒരു മുന്നോടിയായിട്ടാണ് സാറ് നമ്മളെ മാമിനെ പരിചയപ്പെടുത്തി തന്നത്. ഒട്ടും ഞങ്ങൾക്ക് അല്ല സാറിനോ ഞങ്ങൾക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല. അത്രയും നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ പേജിൽ നിന്നുള്ള ലൈവിന് ഒരു ചെറിയ എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷെ സ്റ്റിൽ അത് എന്റെ പേജിൽ കൂടെ ചെയ്തു, കുറെ പേരിലെങ്കിലും എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലും പേജിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സെഷൻ, ഈ ഒരു ക്ലാസ് സെഷൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും മാം ലാസ്റ്റ് പറഞ്ഞ വേർഡ്സ് ആണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഒന്ന്, ഒറ്റയാൾ പോരാട്ടം, അതിന്റെ കൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമാകുക, ഇതാണ് നമ്മളും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഇന്നത്തെ ക്ലാസ്സിന്. നമ്മുടെ തുടർന്നുള്ള ക്ലാസ് ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സിന് വേണ്ട അറിവിലാണ്. നമ്മുടെ വെന്റിലേറ്റർ ക്ലാസ്സുകൾ വരുന്നത് അതിന് മുമ്പായിട്ടാണ്. മാം പ്രിപ്പറേഷൻ ചെയ്യുവാണ് നിങ്ങളെ. അപ്പം ഓരോ അസസ്മെന്റ് ആയിട്ട് ECG അതുപോലുള്ള ഓരോ ക്ലാസ്സുകളും വരുന്നുണ്ട്, ABG അസസ്മെന്റ് വരുന്നുണ്ട്. അപ്പം അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി മഞ്ജു മാമിന് താങ്ക് യു സോ മച്ച്.